പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസനാഥം എന്ന ആത്മീക ശുശ്രൂഷയിലേക്കുള്ള സ്വാഗതത്തെയും വന്ദനത്തെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. ദൈവമായ കർത്താവ് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്വം എന്ന വിഷയത്തോട് ബന്ധപ്പെട്ടിട്ട് 4ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിപ്പാൻ സർവകൃപാലുവായ മഹാദൈവം ചെയ്ത എല്ലാ സ്നേഹത്തിനും കൃപയ്ക്കുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ആധാര കുറിവാക്യമായി വായിച്ച് വന്നത് 97ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6ാമത്തെ വാക്യമാണ്. ആകാശം അവിടുത്തെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും അവിടുത്തെ മഹത്വത്തെ കാണുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ച് നിർത്തിയത് നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൂർവ്വനിത്യതയിൽ കർത്താവിന് പിതാവിനോട് ഒപ്പം മഹത്വമുണ്ടായിരുന്നു. അങ്ങനെയാണ്, കർത്താവിന് പിതാവിനോടൊപ്പം മഹത്വമുണ്ടായിരുന്നു. എന്നാൽ ഭൂമിയിൽ വന്നപ്പോൾ തനിക്ക് നൽകിയ മഹത്വത്തിൽ താൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനിയും നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ വരും, പിതാവിൻ്റെ മഹത്വത്തിൽ വരും എന്ന് നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ അഥവാ 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഈ 4ാമത്തെ എപ്പിസോഡിൽ യേശു ക്രിസ്തു ഭൂമിയിൽ തനിക്ക് നൽകിയ മഹത്വത്തെ വെളിപ്പെടുത്തിയോ എന്നൊന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിനെ തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന് പിതാവ് നൽകിയ മഹത്വം എങ്ങനെയെല്ലാം വെളിപ്പെടുത്തി, എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുൻപിൽ സമയമില്ലെങ്കിൽ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തി ഈ എപ്പിസോഡിൽ തൽക്കാലം വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2ാമത്തെ അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടുത്തെ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2ാമത്തെ അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യത്തിൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പം ഈ ഒരു ഭാഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവ് മഹത്വം വെളിപ്പെടുത്തിയത് എവിടെ? തിരുവചനം വായിക്കുമ്പോൾ ഭൂമിയിൽ പിറക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. അപ്പോഴും പലരുടെ ചിന്താഗതി യേശു ക്രിസ്തു മനുഷ്യനല്ലേ? യേശു ക്രിസ്തു മനുഷ്യനാണ്. പിന്നെ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നതിൻ്റെ പുറകിലെ കാരണം യേശു ക്രിസ്തു സാക്ഷാൽ സത്യദൈവമാണ്. അപ്പം യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകെ കൂടെ നിങ്ങൾ പറഞ്ഞത് ശരി. ഇനി മറുഭാഗത്തെ പിശാച് ചോദിച്ചു, വീട് നമസ്കരിച്ചിടത്തൊക്കെ തരാമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരോടെ പറഞ്ഞ? പിശാനോടെ പറഞ്ഞേ. ആരാ പറഞ്ഞേ? ദൈവമായ കർത്താവോ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സന്ദർഭങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അതൊരു വീട്ടിലാണ്. എന്താ വീട്ടിലത് ചെയ്തേ? ഏദൻ തോട്ടത്തിൽ ഒരു കുടുംബത്തെ അവിടെ പിശാച് തകർത്തു. സ്തോത്രം. ആ കുടുംബത്തിനകത്ത് അന്ന് പാപം പ്രവേശിക്കുവാൻ കാരണം ഇവനാ. ആരാ? പിശാച. ഇവനവരുടെ അടുക്ക് വന്ന് ചോദിച്ച ചോദ്യങ്ങളകത്ത് സംശയം കൊടുത്തിട്ട് ഒരു കുടുംബത്തെ തകർത്തു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബം ആരംഭിക്കുക. വേദപഠിതാക്കളുടെ അഭിപ്രായങ്ങളിൽ ചിലർ അത് നഥനയേലിൻ്റെ വിവാഹമാണെന്നും അല്ല അപ്പോസ്തലനായ യോഹന്നാൻ്റെ വിവാഹമാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയൊക്കെ അവിടെ വന്നെന്നും അത് യോഹന്നാൻ്റെയാണ് ആ വിവാഹം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആരുടെ ആകട്ടെ, ഇത് വിവാഹ വീടായിരുന്നു അത്. അപ്പം അവിടെ അവർ വിവാഹത്തിലേക്ക് കടക്കും മുമ്പ് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ അവർ വേണ്ടപ്പെട്ടതിന് അവിടെ ഇല്ലാതെയായി. സ്തോത്രം.
വേണ്ടപ്പെട്ടതില്ലാതെയായി എന്താ തരം? നമുക്ക് വീഞ്ഞുണ്ടാക്കാൻ പറ്റുമല്ലോ, പക്ഷെ ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രം. അവിടെ നിന്ന് അതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് അതിനെ നട്ട് അതിന് 1 വർഷമെങ്കിലും എടുക്കില്ലേ, അല്ലെങ്കിൽ ഇച്ചിരി വർഷം എടുക്കുമോ? സ്തോത്രം. പക്ഷെ അങ്ങനല്ല ഇത്. ആ സന്ദർഭം വേറെയാണ്. കർത്താവ് ചെയ്യുമ്പോൾ കുറവ് തീർത്തേ ചെയ്യുക. സ്തോത്രം. ഒരുപാട് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തകർന്നു കിടക്കുകയാണ്. ഒരുപാട് ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്നു. തലമുറകൾ മുഴുവൻ ഏറെക്കുറെ വഴിതെറ്റിപ്പോകുന്നു. ആത്മീയ തലമുറ പോലും ഭയപ്പെടത്തക്ക വിധത്തിലേക്ക് യാത്ര ചെയ്യുന്നു. അതറിഞ്ഞിട്ട് കർത്താവ് വന്നു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. പ്രൈസ് ഗോഡ്. അത് അന്നേ കർത്താവ് പറഞ്ഞു. ഇത് മനസ്സിലാക്കി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികൾ, പമ്പ് പറയുന്നവർ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, താഴോട്ട് വായിച്ച് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ജിതേന്ദ്രിയന്മാർ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കുന്നവർ. സ്തോത്രം. അപ്പം പ്രശ്നം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തിലേക്ക് പ്രശ്നമില്ലല്ലോ. ആരോ പറയാറില്ലേ, 2 കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദമുണ്ടാകും. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബം ആരംഭിക്കുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആരോ പറയും പോലെ പുത്തരിയിൽ കല്ല് കടിക്കാൻ സമയമായി. അപ്പം തകർക്കുക എന്നാണ് ലക്ഷ്യം പിശാചിൻ്റെ. നിർമൂലമാക്കുക എന്നാണ് പിശാചിൻ്റെ ലക്ഷ്യം. അപമാനം വരുത്തുക എന്നാണ് പിശാചിൻ്റെ ലക്ഷ്യം. ആ കുടുംബത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശിഥിലീകരണം നടത്തുക എന്നുള്ളതാണ് പിശാചിൻ്റെ വിഷയം. ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും കുടുംബ ബന്ധത്തിനകത്ത് ഭാരപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നവോ, സ്നേഹിതരെ, ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ട് ജനത്തിൻ്റെ നടുവിൽ നിങ്ങളെ അപമാനഭാരം ചുമത്തുവാൻ പിശാച് ആഗ്രഹിച്ചിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി ക്രമീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനകത്താണോ നിങ്ങളുടെ ഭയം കിടക്കുന്നേ? അതിനകത്ത് നിങ്ങൾ വേവലാതി കൊണ്ട് കിടക്കുകയാണോ? നിങ്ങളെ തകർക്കുമെന്ന് അവൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പറയാം, ഇല്ല. അരുമനാഥൻ്റെ പടയുണ്ട്. നിങ്ങൾ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അവസ്ഥാവിശേഷങ്ങളിൽ ക്ഷണിച്ചിട്ടുണ്ടോ? കർത്താവ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് തീർന്നാലും പരിഹരിപ്പാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം ഇവിടെ സംഭവിച്ച കാര്യം എന്താ വെച്ചല്ലേ, സംഗതി ഇതുങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒരുമിച്ച് കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു കേട്ടോ. വീഞ്ഞു പോരാതെ വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം യേശു പറഞ്ഞു, അയ്യോ സ്ത്രീ, എനിക്ക് നിനക്ക് തമ്മിൽ എന്തെൻ്റെ നാഴിക വന്നിട്ടില്ലല്ലോ, എൻ്റെ സമയം ആയിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വരുമ്പോഴേ കർത്താവിന് അവരെ വേറെ വഴിക്ക് കൂടെ കൊണ്ടുപോയി കൂടെ? ഈ പ്രശ്നമുള്ള ആളുകളെ പേടിപ്പിക്കുന്ന വിറപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലൂടെ പോണോ? വേറെ നല്ല വഴി ഒത്തിരി വേറെ ഉണ്ടാകുമല്ലോ. കർത്താവിനറിയാത്ത വഴി വല്ലതുണ്ടോ? കർത്താവിന് അതിലെ കൊണ്ടുപോകാമല്ലോ. പക്ഷെ കർത്താവ് അങ്ങനെ കൊണ്ടുപോയില്ല. കർത്താവ് പറഞ്ഞു, ഈ വഴിക്ക് പോകുമെന്ന് പറഞ്ഞു. ഇവരെവിടെ ചെന്നപ്പെട്ടത്? എൻ്റെ പൊന്നേ, ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയൊരു ചതിക്കകത്ത് അകപ്പെട്ടല്ലോ എന്ന് പറയത്തക്ക വിധത്തിലായിപ്പോയി. അവരുടെ തോന്നല. അത് വാസ്തവത്തിൽ കർത്താവ് പ്ലാൻ ചെയ്ത് വെച്ചതാ. ഇവർ കുടുങ്ങിയെന്ന് അവർ പറയണ്ടായി. സ്തോത്രം. ഇവരെന്തായാലും അതിനെ നടുക്ക് കുടുങ്ങി രക്ഷപ്പെടാൻ വഴിയില്ല. ഇനി ഏതായാലും അവിടെ വെച്ച് മുഴുവൻ നിർമൂലമാക്കി കളയുക എന്നൊക്കെ പറവൻ്റെ ഹൃദയത്തിന് അകത്തുള്ള ആഗ്രഹം. പക്ഷെ തമ്പുരാൻ്റെ പരിപാടി വേറെയാ. തമ്പുരാൻ പറഞ്ഞ് നിന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ശക്തി കാണിക്കാനാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശക്തി അവനൊന്ന് കാണിച്ചു കൊടുക്കണ്ട. ഞാൻ ആരാന്നറിയണ്ടേ? ഇവൻ ചോദിച്ചില്ലായിരുന്നോ അന്ന്, ഞാൻ യഹോവയെ അറിയേണ്ടതിന് യഹോവ ആര് എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴും നമ്മുടെ ചിന്ത, അല്ല എന്താണ് ഇതിൻ്റെ ആവശ്യം? വേറെ നല്ല വഴിക്ക് കൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് ഈ തള്ളകളും ഈ കുഞ്ഞുകുട്ടികളും ഈ മൃഗങ്ങളിൽ ഉള്ളതും ഈ മൃഗങ്ങളുടെ കുഞ്ഞുകുട്ടികളും വളർത്തുമൃഗങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരെത്തണ്ടേ? ഇവരെത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഇസ്രായേൽ ജനം ഏത് അധികാരം പ്രാപിച്ചാലും
ഒരിക്കൽ അവരോട് പറഞ്ഞു, നിങ്ങളവിടുന്ന് പോരാൻ നേരത്തെ മറ്റവർ ചെയ്തു വെച്ച പദ്ധതി ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അധികാരം നിങ്ങളുടെ കൈവശം കിട്ടുമ്പം നീ ഇതിനെ നിർമൂലമാക്കി കളയാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ട് ചിലതിനെ ബാക്കി കൊണ്ടുവന്നു. സ്വത്രം. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ബാക്കി കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്താലും ബാക്കി കാണും അല്ലേ? എന്തെങ്കിലും അവിടെ ബാക്കി വയ്ക്കും. എന്നാൽ ദൈവം ചെയ്യുമ്പം അത് കൃത്യമായിട്ട് ചെയ്യും. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം എവർ നോക്കുമ്പോൾ പുറകിൽ എന്താ? സൈന്യം വരുന്നു, ആകെ ബഹളം, ലഹള. സ്വത്രം. ആരോട് പറയും? പറഞ്ഞിട്ട് എന്നാ കാര്യം? ഒരു കാര്യമില്ല. ആര് കേൾക്കാനാ? സ്വത്രം. ഇവരാകുമോനെ മോശയ്ക്കെതിരെ തിരിഞ്ഞു. മോശ അപ്പുറത്ത് മാറി ദൈവത്തോട് നിലവിളിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, നീ എന്നാ കരയുന്നേ? ഫ്രീഷല്ല, നിൻ്റെ കൈവശം ഞാനൊരു ഒരു വടി തന്നായിരുന്നില്ലേ? അതൊക്കെ നീട്ടി അങ്ങ് വിവാഹിക്കത്, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം, നീ വടി നീട്ടിയാൽ മതി. ഈ വടി കയ്യിലുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. നിൻ്റെ വടിയുടെ മഹത്വം അല്ല കേട്ടോ അത്. ഈ വടി തന്നയാൾ ഉപയോഗിക്കാൻ പറയുമ്പോഴാണ് ചിലത് നടക്കുന്നത്. എപ്പോഴും വടി നീട്ടിയാൽ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. മണിക്കൂറുകൾ 12ഉം 13ഉം ഏതാണ്ട് പുഴയ്ക്കരികെ അല്ലെങ്കിൽ കുളത്തിനരികെ ഇരുന്ന് ചൂണ്ടയിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരു സാധനം പോലും കിട്ടാതിരിക്കുന്ന അതുപോലെ ഇരിക്കത്തുള്ളൂ. എന്നാൽ തമ്പുരാൻ പറഞ്ഞിട്ട് ആ പടിയൊക്കെ നീട്ടിയാലേ ബാക്കിയൊക്കെ ആൾ ചെയ്തോളും. കാറ്റടിപ്പിക്കും, വെള്ളത്തെ പിരിക്കും, ഉണങ്ങിയ നിലമുണ്ടാക്കും, ജനത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തും, അക്കരെ എത്തിക്കും. പുറകെ വരുന്നവരുടെ കാര്യം തമ്പുരാൻ ബാക്കി നോക്കിക്കൊള്ളും. അവർക്കെന്തെങ്കിലും സംഭവിച്ചോ? അവർ പോയോ? അതൊന്നും രക്ഷിക്കേണ്ട കാര്യം നിൻ്റെ പക്കലില്ല, അതൊക്കെ ആളുടെ കയ്യില്ല. നീ അപ്പുറത്തോട്ട് കടക്കുക, അവിടെ നിന്ന് പാടി ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. നോക്കിക്കുക പ്രിയമുള്ളവരെ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ കാനാവിലെ കല്യാണ വീട്ടിൽ എന്തിനാ ഈ വെള്ളം ഇങ്ങനെ ആക്കിയത് തമ്പുരാൻ? സ്തോത്രം. അല്ല, അവിടെ വീഞ്ഞ് എന്തിനാ തമ്പുരാൻ ഇങ്ങനെ വറ്റിച്ച് കളഞ്ഞേ? അല്ലെങ്കിൽ അവിടെ ആ വീഞ്ഞ് അപ്പം കർത്താവിനെ നേരത്തെ അറിഞ്ഞുകൂടെ? കർത്താവിന് വരാൻ നേരെ തന്നെ ഇവിടെ വീഞ്ഞ് തീരുവെന്നും അന്നേരം കർത്താവിന് സർപ്ലസ് ആക്കി കൊടുക്കാൻ പറ്റില്ലേ? സ്തോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലെന്നേ ദൈവത്തിൻ്റെ വഴി. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. അതാ കാര്യം. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഭയങ്കര പ്ലാനിങ്ങാണ്, പക്ഷെ ദൈവത്തിൻ്റെ പ്ലാനിങ് വേറെയാണ്. സ്തോത്രം. മരുഭൂമിക്കകത്ത് നീരുറവ് തുറക്കാൻ നമ്മുടെ തമ്പുരാന് കഴിയുമെങ്കിൽ, ഉണങ്ങിയ ഇടത്തുനിന്ന് വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ടൊരു കുറ്റിയെ മുളപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, 2638 വർഷങ്ങൾ 13-14 ആധിപത്യങ്ങൾ ഭരിച്ചിട്ട് നശിപ്പിക്കാൻ കഴിയാതെ ഇസ്രായേൽ ജനത്തെ ഇന്നും തമ്പുരാൻ ബാക്കി വെച്ചെങ്കിൽ, നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ തൂത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിനകത്ത് നിവൃത്തികരിപ്പാൻ കഴിയുന്ന അതിശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മറക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം. തമ്പുരാൻ പറഞ്ഞത് തമ്പുരാൻ നിറവേറ്റും. ആൾ പറഞ്ഞു തന്നെ ആയിരിക്കണം, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കിക്ക്, കർത്താവിന് പലതും ചെയ്യാമായിരുന്നു ഇല്ലേ? സ്തോത്രം. വരാൻ നേരത്തെ തന്നെ കർത്താവിന് അവിടെ തന്നെ നേരത്തെ അറിയാം അവിടെ വീഞ്ഞ് വരില്ല, തീരും. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാം തീരും. അപ്പം ചിലർ ചിന്തിക്കുക, അതേ ആൾ അവിടെ നിന്ന് വറ്റിച്ച് കളഞ്ഞിട്ട് വരുക. അല്ല, അവിടെ ഉണ്ടായിരുന്നു തന്നെ, എല്ലാവർക്കും കൊടുത്തു തീർന്നതാ. ഈ കർത്താവിന് ഇവിടെ വറ്റിച്ചത് പ്രശ്നമല്ല, സർപ്ലസ് പ്രശ്നമല്ല, ഈക്വലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒന്നും കർത്താവിന് പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവഹിതമനുസരിച്ച് കാര്യം പോകും. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തെ ചിലതൊക്കെ വറ്റുന്നത് നല്ലതിനാണ്. ചില ഇടങ്ങളിലെ നിങ്ങളുടെ യാത്രകൾക്ക് നീളം വയ്ക്കുന്നത് നല്ലതിനാണ്. ചില ഇടങ്ങളിലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരിക്കുന്നതേ നല്ലതിനാ. ചില ഇടങ്ങളിലെ നിങ്ങൾ കരഞ്ഞ് തകർന്നിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്നത് നല്ലതിനാ. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, ഇനി എല്ലാം പോയി എന്ന് പലരും വിധിയെഴുതിയ സ്ഥാനത്ത് അതിനെ മുളപ്പിക്കാൻ എൻ്റെ തമ്പുരാന് കഴിയും. ദാവീദിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തമ്പുരാൻ ക്രിസ്തുവെന്ന യുഗപുരുഷനിലൂടെ, ചരിത്രപുരുഷനിലൂടെ, ദൈവത്തിലൂടെ അത് നിറവേറ്റാൻ കഴിഞ്ഞെങ്കിൽ, ആ ക്രിസ്തുവിൻ്റെ മക്കളാകുന്ന നമ്മോട് പറഞ്ഞത് അങ്ങനെ തന്നെ നിവർത്തീകരിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയില്ലേ? സ്തോത്രം. അവർ ഓടി വന്ന് കർത്താവ് വന്ന വഴിക്ക്, സ്തോത്രം, എല്ലാം തീർന്നു. ഉടനെ ആൾ ഈ കാര്യങ്ങളുടെ ഗൗരവം എപ്പോഴും അറിയുന്നത് വീട്ടിലെ ആൻറ്റിമാർക്കല്ലേ? ദൈവത്തിന് സ്തോത്രം. വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്കല്ലേ? ഓടി വന്ന കർത്താവിനോട് പറഞ്ഞു, അതേ സംഗതി പ്രശ്നമായി. എന്തുവാ? വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തോ എടുക്കും? പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധമായൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ്, നല്ലതുപോലെ ആൾക്കാർ ഇരുന്നങ്ങ് കടിച്ചു. ചോദിച്ചതങ്ങ് വിളപ്പി. കുറച്ച് കഴിഞ്ഞപ്പം ചോറ് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പതുക്കെ പിൻവലിച്ചു. എന്നാ ചെയ്യും?
പ്രൈസ് ഗോഡ്. എന്നാൽ വേറൊരു ഭാഗത്ത് ഇങ്ങനെ കഴിയുന്നു എന്ന് തോന്നിയ ഉടനെ അപ്പുറത്ത് വേറെ ക്രമീകരണം ചെയ്തു, സംഗതി ഡീസൻ്റ് ചെയ്തു. നമുക്കിന്ന് പലതും ചെയ്യാൻ പറ്റും, അന്നങ്ങനെ പറ്റില്ല, അന്ന് അതിനുള്ള വഴിയില്ല. ഉടനെ വേവലാതി പിടിച്ചോണ്ട് കർത്താവിൻ്റെ അമ്മ മറിയ വന്ന് കർത്താവിനോട് പറഞ്ഞു, കഴിഞ്ഞു, തീർന്നു. ഉടനെ കർത്താവിൻ്റെ മറുപടി രസം, എനിക്കും നിനക്കും ഇതിൽ എന്ത് ഫ്രൈസല്ല, എൻ്റെ സമയം വന്നിട്ടില്ലല്ലോ. പക്ഷെ പുള്ളിക്കറിയാം, ആർക്ക്? കർത്താവിൻ്റെ മാതാവിനറിയാം, കർത്താവിൻ്റെ അമ്മയ്ക്കറിയാം, മറിയ സഹോദരിക്കറിയാം. അങ്ങനെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഇതെല്ലാം തീർക്കാൻ കഴിയുന്ന ആളാണ് ഇദ്ദേഹം. കാരണം അന്ന് യേശു ജനിക്കും മുൻപേ തന്നോട് പറഞ്ഞൊരു ദൂത് കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, വിശുദ്ധ പ്രജ പുറത്തു വരും, അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. സ്തോത്രം. അത് നടന്നിട്ടില്ല, നടക്കാനിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. അത് നടക്കും, 1000 ആണ്ടിൽ അത് നടക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് അത് സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ അന്ന് അത് സംഭവിക്കുമെങ്കിൽ ഇന്ന് അത് തീർക്കാൻ തമ്പുരാന് കഴിയും. പ്രൈസ് ഗോഡ്. ആമേൻ. ഉടനെ പുള്ളിക്കാരി വന്നിട്ട് ഈ ശുശ്രൂഷക്കാരോട് പറഞ്ഞേ, കലവറക്കാരോട് പറഞ്ഞേ, അവിടുന്ന് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണേ. വേറെ നമുക്ക് ചരിത്രം അറിയാം. ശുദ്ധീകരണ നിയമം അനുസരിച്ചിട്ട് അവിടെ 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം. നമ്മളിങ്ങനെ ഗഹനമായി ചിന്തിച്ചെൻ്റെ പൊന്നേ ഇതെന്തൊക്കെയാ ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് വാവിട്ട് തലവിളിച്ച് കാറിക്കൂവി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി. ഇതിനിടയിൽ മറ്റു പലരും വേണ്ടത് വേണ്ടാത്തതൊക്കെ പറഞ്ഞൊക്കെ പരത്തി ഇങ്ങനെ വരുമ്പോഴാണ് കർത്താവ് സിമ്പിളായിട്ട്, അതെ അതിൽ വെള്ളം കോരി നിറച്ചോ. പ്രൈസല്ല. നോക്കിക്കേ, അവർക്കിതൊന്നും അറിഞ്ഞുവിടാ കേട്ടോ. അവർ പതുക്കെ വന്നു, വെള്ളം കോരി അങ്ങ് നിറച്ച്. കാരണം ഇവർ എന്തെങ്കിലും ഇരി ചെയ്യും അല്ലേ? നമ്മുടെയൊക്കെ ചിന്ത കൈ വീശി കാലിട്ടടിച്ച് ഒക്കെ എന്തായാലൊക്കെ കാണിക്കുമെന്നൊക്കെ വിചാരിച്ച്. ഈ നയമാൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരതാ വിചാരിച്ചേ. അവിടെ ഒത്തിരി നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, നീ പോകാൻ നേരത്തെ ഇവിടെ ഈ യോർദാനിൽ ഒരു 7 പ്രാവശ്യം അങ്ങ് മുങ്ങ. സ്വതന്ത്രം. അത് കേട്ടതേ അവന് തരിപ്പായി. സ്വതന്ത്രം. ഉടനെ കൂടെയുള്ള ഇച്ചിരി വിവരമുള്ള ഒരാൾ പറഞ്ഞു, ഇന്നതൊക്കെ പറഞ്ഞാൽ നിങ്ങളത് ചെയ്യില്ല. ഓ, അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ ചെയ്യേ. താമസം പിന്നെ പുള്ളി അത് ചെയ്തു. എന്നെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ചെറിയ ശരീരത്തിൻ്റെ ഉടമയ ഒരു ബാലന ശരീരത്തോടുകൂടെ നയമ പുറത്തു വന്നു. ഇന്ന് രാത്രിയിലും ഇന്ന് പകലിലും ഇന്ന് മധ്യാഹ്ന സമയത്തും ഈ ദൂത് കേൾക്കുന്ന സമയത്തും അകത്ത് പുറപ്പെട്ട് കിടക്കുന്ന ഭയാനകമായ അവസ്ഥയ്ക്കൊരു വ്യതിയാനം വരുത്തി പുതിയ രൂപത്തോടെ പുറത്തിറക്കാൻ തമ്പുരാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതുവരെ ഒരു ടേസ്റ്റില്ലെന്ന് പറഞ്ഞ കൽപ്പാത്രത്തിനകത്ത് നിന്ന് വീഞ്ഞ് നിറച്ച് അത് മറ്റുള്ളവർക്ക് രുചി പകരുന്ന അനുഭവത്തിലേക്കാൻ എൻ്റെ ദൈവത്തിന് അന്ന് കാലത്ത് കഴിഞ്ഞെങ്കിൽ, വിശ്വാസത്താൽ ദൈവമുമ്പാകെ ഒഴിഞ്ഞ പാത്രങ്ങളായിട്ട് നാം വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പക്കൽ നാം അടുത്ത് വന്നിട്ട് ഒഴിഞ്ഞവനായി വന്നാൽ നിറച്ചിട്ട് മധുരമേറിയത് പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ആശയ്ക്ക് വിരോധമായി നമുക്ക് ആശയോടെ വിശ്വസിക്കാം. ഇപ്പോൾ കോരി വിരുന്നു വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പൻ എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താ സംഭവം? സ്തോത്രം. സംഭവം ആകമാനം മറഞ്ഞു. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതറിയാവുന്നത് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി സ്റ്റുവാർഡ് അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ വിരുന്നുവാഴി? ഇത് രുചി നോക്കിയ ശേഷം മണവാളനെ വിളിച്ചിട്ട് പറയുക, എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് കൊടുത്തിട്ട് ഇതുങ്ങൾക്കൊക്കെ കിക്കാവുമ്പോൾ അല്ലെങ്കിൽ ലഹരി പിടിച്ച ശേഷം ഈ ഇളയതൊക്കെ കൊടുക്കാറുണ്ട്. നീയാണെങ്കിലോ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചുവല്ലോ. അടുത്തെഴുതി, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ആമേൻ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അനേകർ കർത്താവിൽ വിശ്വസിക്കും. സ്നേഹിത, ജീവിതത്തിലെ പ്രയാസം അതിനാ. ഒത്തിരി ആളുകൾ ഇതുവരെ നോക്കി നിൽക്കുന്ന ആളുകളില്ലേ? വിരൽ ചൂണ്ടിയ ആളുകളില്ലേ? ഭീഷണിപ്പെടുത്തിയ ആളുകളില്ലേ?
അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ആളുകളില്ലേ? വീട് ജപ്തി എന്ന് പറഞ്ഞ ആളുകളില്ലേ? നീ ദൈവത്തെ സേവിച്ചിട്ട് നിനക്ക് ഗുണമെന്താന്ന് ചോദിച്ച ആളുകളില്ലേ? അവർക്ക് മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കാൻ, മഹത്വം വെളിപ്പെടുത്താൻ മഹത്വ സമ്പൂർണനായ യേശു നിങ്ങളുടെ അടുക്കലുണ്ട്. ആ കർത്താവ് നിങ്ങളെ സമ്പൂർണ്ണമായി സഹായിക്കും. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തിൽ വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വർഗപിതാവേ, അനുഗ്രഹിത തിരുകൃപയ്ക്ക് ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കർത്താവിനായി നിലകൊള്ളാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗപിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഒരിക്കൽ കൂടെ പറയുന്നു: 9037331798. God bless you all. Thank you.